സർക്കാരിന്റെ അനാസ്ഥയാൽ ഗതാഗത സൗകര്യമന്യമായി ഇരു ഗ്രാമങ്ങൾ വാത്തിക്കുടി പഞ്ചായത്തിൽപ്പെടുന്ന 17 കമ്പനി കിളിയാറുകണ്ടം റോഡിന്റെ കേവലം 155 മീറ്റർ മാത്രം ദൂരം നിർമ്മിക്കുന്നതിനാണ് അധികൃതർ തികഞ്ഞ അനാസ്ഥ കാണിക്കുന്നത്. ഇതോടുകൂടി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്രാക്ലേശം നേരിടുകയാണ്. വാത്തിക്കുടി പഞ്ചായത്തിൽപ്പെടുന്നതും കുടിയേറ്റകാലത്തിന്റെ ചരിത്രമുറങ്ങുന്നതുമായ 17 കമ്പനി കിളിയാറുകണ്ടം റോഡ് നിർമ്മാണമാണ് അധികൃതരുടെ അനാസ്ഥയാൽ മുടങ്ങിക്കിടക്കുന്നത്. 1958-59 കാലഘട്ടങ്ങളിൽ കിളിയാറുകണ്ടം മേഖലയിൽ കുടിയേറ്റമുണ്ടായപ്പോൾ തെളിഞ്ഞ റോഡാണ് ഇത്. 16-ാം കണ്ടത്തു നിന്നും എങ്ക്രോച്ച് വിധേയത്തിൽപ്പടി 17 കമ്പനി വഴി കിളിയാറുകണ്ടം ക്ഷേത്രത്തിന് സമീപത്തുകൂടി കടന്നുപോകുന്ന ഈ റോഡിൽ മാണിവേലിപ്പടിയിലാണ് 155 മീറ്റർ മാത്രം ടാറിങ് നടത്താതെ കിടക്കുന്നത്. 58-59 കാലത്ത് ഇവിടെ ആൾക്കാർ കുടിയേറിയതാണ്. അന്ന് തൊട്ട് ഏറ്റവും ആദ്യം പ്രകാശ് 16-ാം കണ്ടം റോഡായിട്ടിത് എൻ്റെ ചെറുപ്പത്തിലെ ഇത് സർവേ ചെയ്തതാണ്. പക്ഷേ ഈ റോഡിൻ്റെ പ്രവർത്തനമല്ല, മറ്റേ തോപ്രാങ്കുടി റോഡിൻ്റെ പ്രവർത്തനമായിട്ട് അങ്ങ് പോയി. ഇവിടെ അങ്ങനെ ഒരു റോഡിനെ പറ്റി ഒരു നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമൊന്നും ഇവിടെ ഇല്ല. ഇത് കുറേ കാലം കൊണ്ട് നിരങ്ങി ഇത്രയാക്കി വെച്ചു. ഇവിടെ നിന്ന് 155 മീറ്റർ ഉള്ള താഴേക്ക് അപ്പുറത്തെ റോഡിലേക്ക് മുട്ടിക്കാനായിട്ട് അപ്പുറം ഇപ്പുറവും ടാർ ചെയ്ത് നിൽക്കുക. അത് ഒന്ന് മുട്ടിച്ച് കിട്ടിയാൽ തൽക്കാലം ഒരു വണ്ടി അങ്ങ് കടന്നു പോകും. കിളിയാറുകണ്ടത്തു നിന്നും 17 കമ്പനിയിൽ നിന്നും മാണിവേലിപ്പടിയുടെ 155 മീറ്റർ അകലെ ഇരുകരകളും ടാറിങ് പൂർത്തീകരിച്ചിട്ട് വർഷങ്ങളേറെയായി. എന്നാൽ ചെങ്കുത്തായി ഇറക്കമുള്ള റോഡിൻ്റെ വശങ്ങളിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചിട്ടും റോഡ് ടാറിങ് നടത്താത്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥികളും വയോജനങ്ങളും അടക്കം ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. DHL ഏറ്റവും അധികം എളുപ്പുന്ന കട്ടപ്പന അല്ലെ പ്രകാശിലേക്ക് പോകാനുള്ള ഇവിടെ ക്ഷേത്രമുണ്ട്, ഒരു LP സ്കൂളുണ്ട്, 3 കിലോമീറ്റർ. ഇതെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് കിടക്കേണ്ട റോഡാണ്. പക്ഷേ 25 വർഷമായിട്ട് ഇവിടെ ഒരു MLA ഉണ്ടെന്ന് പറയുന്നതല്ലാതെ കൊണ്ട് നമുക്ക് ഈ MLAയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രയോജനം കിട്ടാത്ത റോഡാണ് ഇത്. വെറും 155 മീറ്റർ കൂടി തുറന്നു കഴിഞ്ഞാൽ വഴി തുറന്നു പോകും. അപ്പോൾ അധികാരികൾ ഈ റോഡിന് വേണ്ടി എത്രയും വേഗം ശ്രദ്ധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിനോടുള്ള അധികൃതരുടെ അവഗണന തുടർന്നപ്പോൾ നിലവിലെ മന്ത്രി റോഷി അഗസ്റ്റിന് മുൻപ് MLA ആയിരുന്ന കാലം തൊട്ട് പ്രദേശവാസികൾ നിവേദനം നൽകി വരുന്നതാണ്. എന്നാൽ നിവേദനം വാങ്ങി വാഗ്ദാനം നൽകുന്നതല്ലാതെ റോഡിനോടും നാടിനോടും നാട്ടുകാരോടും മന്ത്രി യാതൊരു കനിവും കാണിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.